Hi dears, welcome to Tasty Tour. In the Tasty Tour, I am going to sweet dish. One is carrot halwa, another Rava Kesari. Now, we will see the ingredients. I will tell you the ingredients. Now, we will carrot, 2 carrot, grated. Then, ഞാൻ ഒരു അര കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ മധുരത്തിന് അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടി നമുക്ക് ആവശ്യമുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ചത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏലക്ക പൊടിയാണ് ഇതിൽ ഫ്ലേവർ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഞാൻ കുറച്ച് ആയതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര കൂടി കൂട്ടി ചേർത്താണ് പൊടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ് പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് പിന്നെ ഞാൻ റവ എടുത്തിട്ടുള്ളത് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാം അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫ്രൈ പാൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ക്യാരറ്റ് ഹൽവ റെഡിയാക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള നെയ്യ് ഞാൻ റവ കേസരി ഉണ്ടാക്കാനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വളരെ കുറച്ച് നെയ്യ് നമുക്ക് ആവശ്യമുള്ളൂ എന്നിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവ ചേർത്ത് കൊടുക്കാം നെയ്യ് നല്ല ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊന്ന് നല്ലോണം മുന്തിരിയൊക്കെ ഒന്ന് ബോൾസായി വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ടത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുക എന്നിട്ട് ഈ ചൂടായ നെയ്യിലേക്ക് തന്നെ നമുക്ക് ക്യാരറ്റ് ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഞാനത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഏലക്ക ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു 1.5 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇത് ക്യാരറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം നല്ലവണ്ണം ക്യാരറ്റിൽ പാലും അതുപോലെ പഞ്ചസാരയും എല്ലാം ഒന്ന് പിടിക്കാനും പിന്നെ ക്യാരറ്റ് നല്ല വെന്ത് വരാനും കൂടി വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിതൊരു 3 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഏകദേശം ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലവണ്ണം വറ്റി ഇതൊരു ഹലുവ രൂപത്തിലാവണ വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ക്യാരറ്റൊക്കെ നല്ലവണ്ണം വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചെടുത്ത പാലും അതുപോലെ ക്യാരറ്റിലുള്ള വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉണക്കമുന്തിരിയും അതുപോലെ അണ്ടിപ്പരിപ്പും ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ലവണ്ണം ഫ്രൈ പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിലാവണം എന്നാൽ മാത്രമേ നമ്മൾ ഹലുവ റെഡിയാവുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു 5 മിനിറ്റ് നല്ലവണ്ണം വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ലവണ്ണം ഫ്രൈ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിലത്തെ വെള്ളവും അതുപോലെ നല്ലവണ്ണം വറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹലുവ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് ഹലുവ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് ഈ ഒരു ഫ്രൈ പാനിൽ തന്നെ അടുത്ത റവ കേസരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്കിനി റവ കേസരി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രൈ പാനിലേക്ക് നമുക്കിനി നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇതൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളായിരുന്നു അപ്പോൾ ഇനി ബാക്കിയുള്ള നെയ്യ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് കാഷ്നട്ട് അതേപോലെ കിസ്മിസും കൂടി ഒന്ന് ഇട്ടെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇനി നമുക്ക് ഈ ചൂടായ നെയ്യിലേക്ക് റവ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ റവ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഫുള്ള് പാലും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം
പാലിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല റവ നല്ലവണ്ണം വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി റവ നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചെടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ റവ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുക്കായി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര അതുപോലെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടി അതുപോലെ ഒരു 2-3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവ ചേർത്ത് ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റവ കേസരി റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ റവ കേസരി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചോ അല്ലെങ്കിൽ പുറത്ത് വെച്ചോ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള റവ കേസരിയും അതുപോലെ തന്നെ നമ്മളെ ക്യാരറ്റ് ഹൽവയും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.